ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയാത്തവർക്ക് ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ 3 മീറ്റർ നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നെറ്റിൻ്റെ അതേ കളറിലുള്ള ഹെയർ ബാൻഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ നെറ്റിൻ്റെ തുണി ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസിൻ്റെ വീതി 2.5 ഇഞ്ചും നീളം 36 ഇഞ്ചുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവെടുത്താൽ മതി. പിന്നെ പ്രായത്തിനനുസരിച്ച് ഈ ഒരു പീസ് തുണിയുടെ ലെങ്ത്തിൽ വ്യത്യാസം വരുത്തിയാൽ മതി. വീതി 2.5 ഇഞ്ച് മതിയാവും. ഇതുപോലെ 2ആയി മടക്കിയിട്ടാണ് ഒരു പീസ് വരുന്നത്. അപ്പോൾ 17 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ചൂടെ കൂട്ടി 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹെയർ ബാൻഡിനെ റോങ് സൈഡിലേക്കാക്കിയിട്ട് ഈ ഫസ്റ്റ് ലെയറിലുള്ള ഓരോ ഹോളിലൂടെയും ഈ ഒരു നെറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ തുണി ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി ഈ മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഹോളിലൂടെയും ഇതുപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഫസ്റ്റ് ലെയറിൽ വരുന്ന ഹോളിലൂടെയും സെക്കൻഡ് ലെയറിൽ വരുന്ന ഹോളിലൂടെയും ഫുള്ളായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു നെറ്റിൻ്റെ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 2 ഇഞ്ചും നീളം 18 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. പിന്നെ വേറൊരു നെറ്റിൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചും വീതി 1.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് മടക്കി നേരത്തെ മടക്കി വെച്ചിട്ടുള്ള തുണിയുമായിട്ട് ഇതുപോലെ ചേർത്ത് കെട്ടിട്ട് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ഭാഗം ഫ്രീ ആക്കി ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു സ്ലീവിന് വേണ്ടി 25 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ ഫസ്റ്റ് ലെയറിൽ വരുന്ന ഈ ഹോളിലൂടെ ഈ ഒരു ഭാഗം കെട്ടിട്ട് കൊടുക്കാം.
ഇതിൻ്റെ മറ്റേ അറ്റം ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടും കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്കായിട്ട് ഇത് കിട്ടും. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും കട്ടിങ് അറിയാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ